PYQ സെഷൻ പേപ്പർ 1ൻ്റെ PYQ സെഷനാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. PYQ സെഷനിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എത്ര ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? എത്രാമത്തെ ചോദ്യമാണ്? 24ാമത്തെ ചോദ്യം വരെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ ചില ചോദ്യങ്ങൾ നമുക്ക് നിവൃത്തിയില്ലാതെ സ്കിപ്പ് ചെയ്യേണ്ട ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൽപ്പെട്ടൊരു ചോദ്യമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലെ ചോദ്യം നമ്മൾ ചോദിച്ചപ്പോഴാണ് എന്തത് ഇതിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത് അല്ലേ? ഇതാ എവിടെയായിരുന്നു 24ാമത്തെ ചോദ്യം? 24ാമത്തെ ഈ ചോദ്യം ചോദിച്ച സമയത്ത് 729 എന്ന വാല്യൂ എങ്ങനെ കാണാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പിന്നീട് പറയാമെന്ന് പറഞ്ഞത്. അപ്പോൾ അത്തരം ചോദ്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യുകയൊക്കെ ചെയ്യാം. അല്ല, ഇത് എളുപ്പമാണ്. ഇത് പ്രാക്ടീസ് എഴുതി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇനി 25ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. 25ാമത്തെ ചോദ്യം ഇതേപോലെ തന്നെ ഒരു പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇതൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഇതെല്ലാം എല്ലാ ചോദ്യങ്ങളുടെയും എല്ലാ പ്രോബ്ലവും നമ്മൾ ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താൻ പാടില്ല. എത്തിക്കഴിഞ്ഞാൽ നമ്മളെ സമയം കുറേ വേസ്റ്റ് ആവും. കാരണം അത് 4 പ്രോബ്ലമാണ്. 4 നമ്മൾ പ്രോബ്ലം ചെയ്തിട്ട് തന്നെ ഉത്തരത്തിലേക്ക് പ്രോബ്ലം ചെയ്യാനുള്ള ചോദ്യമാണ്. അപ്പോൾ ഈ ഓപ്ഷൻ നോക്കുക. ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിലിങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം മാത്രം ആവർത്തിക്കുന്ന ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് ബി നോക്കാം അല്ലേ? ബി എല്ലാം വേറെ വേറെയാണ് അല്ലേ? അപ്പോൾ ബി ഓപ്ഷൻ എയിൽ B1 ആണ്, ഓപ്ഷൻ 2ൽ B3 ആണ്, ഓപ്ഷൻ 3ൽ B4ഉം ഓപ്ഷൻ 4ൽ B2 ആണ്. അപ്പോൾ ഈ ബി എന്താണ് ഉത്തരം എന്ന് കൃത്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ, വേറെ ഒന്നും കാണേണ്ട ആവശ്യം തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് ശരിക്കും ബി മാത്രം കണ്ടാൽ മതി ഇവിടെ. അപ്പോൾ അങ്ങനെ ബുദ്ധിപരമായിട്ട് ചെയ്യാം. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാം കണ്ടു നോക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ചു പോകാം. ഇൻ എ ക്ലാസ് the ratio of number of male students to the number of female students is 9:11. The percentage of female student in the class is. ഇതൊരു റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. പല ആൾക്കാർക്കും റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ കൺഫ്യൂഷൻ ഉണ്ടാവും. റേഷ്യോ വെച്ചിട്ട് പേഴ്സൻറ്റേജ് കൺവേർട്ട് ചെയ്യുക, റേഷ്യോ പേഴ്സൻറ്റേജിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്നാണ് ഇവിടെ ചോദ്യം ഒന്നുകൂടെ നമുക്ക് നോക്കാം. എന്താണ്? ഇൻ എ ക്ലാസ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മെയിൽ സ്റ്റുഡൻസ് ടു ദ നമ്പർ ഓഫ് ഫീമെയിൽ സ്റ്റുഡൻസ് ഈസ് 9:11. അതായത് ഒരു ക്ലാസ്സിൽ കുറച്ച് കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണത്തിൻ്റെ റേഷ്യോ 9:11 9:11. അപ്പം ആൺകുട്ടികളുടെ ഇപ്പോൾ പേഴ്സൻറ്റേജ് ഓഫ് ഫീമെയിൽ സ്റ്റുഡൻസ്, പെൺകുട്ടികളുടെ പേഴ്സൻറ്റേജ് എത്രയാണെന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ഇവിടെ നമുക്ക് റേഷ്യോ തന്നിട്ടുണ്ട് അല്ലേ? റേഷ്യോ എത്രയാണ്? റേഷ്യോ 9:11 നമുക്ക് കിട്ടിയ റേഷ്യോ 9:11. ഇനി നമ്മൾ ടോട്ടൽ എത്ര സ്റ്റുഡൻ്റ് ഉണ്ടായിരിക്കും, ടോട്ടൽ പാർട്സ്, ടോട്ടൽ സ്റ്റുഡൻസ് എത്രയെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. പക്ഷേ ടോട്ടൽ പാർട്സ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഏകദേശ ധാരണ ഉണ്ടാക്കാം. അതെങ്ങനെയാണ്? ടോട്ടൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. 9+11 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ എത്ര ആളുണ്ടെന്ന് ഒരു ഏകദേശ ധാരണ നമുക്ക് കിട്ടും. 20 ആകും. ഒന്നുകിൽ 20 ആയിരിക്കും, അല്ലെങ്കിൽ 40 ആയിരിക്കും, അല്ലെങ്കിൽ 60 ആയിരിക്കും, 80 എങ്ങനെ ആയിരിക്കാം. പക്ഷേ നമ്മളിവിടെ ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് ആഡ് ചെയ്തു. ടോട്ടൽ അപ്പോൾ എത്രയാണ്? 20 ആണ്. ഇനി നമ്മൾ പേഴ്സൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യണം. പേഴ്സൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫീമെയിലിൻ്റെ പേഴ്സൻറ്റേജാണ് കാൽക്കുലേറ്റ് ചെയ്തത്. ഇതിൽ ഒന്ന് ഇവിടെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. നമ്പർ ഓഫ് മെയിൽ സ്റ്റുഡൻസ് ടു ദ ഫീമെയിൽ സ്റ്റുഡൻസ്, മെയിൽ സ്റ്റുഡൻസ് ദ ഫീമെയിൽ സ്റ്റുഡൻറ്റ്. അപ്പോൾ ആദ്യത്തെ റേഷ്യോ 9:11. ആദ്യം മെയിലും പിന്നെ ഫീമെയിലും ആണ് പറയുന്നത് അല്ലേ? അപ്പോൾ മെയിൽ 9ഉം ഫീമെയിൽ 11 ആണ് റേഷ്യോ വരുന്നത്. 9 മെയിലാണെങ്കിൽ 11 ഫീമെയിൽ ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പോൾ ഫീമെയിലിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 11 ആണ്. അപ്പോൾ നമുക്കതിനെ പേഴ്സൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 11/20 × 100. ഇവിടെ നമുക്ക് 20 എങ്ങനെയാണ് കിട്ടിയത്? 20 കിട്ടിയത് റേഷ്യോകൾ തമ്മിൽ കൂട്ടിയപ്പോഴാണ് നമുക്ക് 20 കിട്ടിയത്, ടോട്ടൽ വാല്യൂ. ഈ 11 എങ്ങനെയാണ് കിട്ടിയത്?
11 നമ്മുടെ ചോദ്യത്തിൽ തന്നെ ഉണ്ട്. റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മെയിൽ സ്റ്റുഡൻസ് ടു ദ നമ്പർ ഓഫ് ഫീമെയിൽ സ്റ്റുഡൻസ്. ആ മെയിൽ സ്റ്റുഡൻസ് ആദ്യം പറഞ്ഞു, പിന്നെ ഫീമെയിൽ സ്റ്റുഡൻസ് പറഞ്ഞു. ആ ഫീമെയിൽ സ്റ്റുഡൻസ് 11 ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ 11 കിട്ടിയത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ പെർസെൻറ്റേജ് കാണുമ്പോൾ അങ്ങനെയാണല്ലോ, എത്രയാണോ ആ വാല്യൂ ടോട്ടൽ വാല്യൂവിനോട് ഹരിച്ചിട്ട് 100 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് പെർസെൻറ്റേജ് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, വെട്ടിച്ചെറുതാക്കുകയൊക്കെ ചെയ്യാം. ഇങ്ങനെ വെട്ടാം. ഓക്കെ, ഇത് വെട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയും 110/2 കിട്ടും അല്ലേ. 110/2 എത്രയാണ് ഇത് പകുതി എത്രയാണ്, 55 അല്ലേ. 55% ആണ് നമുക്ക് കിട്ടിയത്. ഇനി ഓപ്ഷനിലേക്ക് നമുക്ക് പോവാം. ആ ഓപ്ഷനിൽ ഇതാ ഓപ്ഷൻ 3 ആണ്. ഓപ്ഷൻ 3 വരുമ്പോൾ താഴെ നോക്കുമ്പോൾ നമുക്ക് മൂന്നെണ്ണം വരുന്നുണ്ട്. 1ഉം 3ഉം 4ഉം 55 തന്നെ വരുന്നത്. അപ്പോൾ നമ്മൾ എക്സാമിന് ഇതെന്ത് ചെയ്ത് ഇതെല്ലാം ഒരു ഓർഡറിൽ ചെയ്തു പോകരുത്. ആദ്യത്തെ 3 ഓപ്ഷൻ അപ്പോൾ നമുക്ക് ഇനി കൺഫ്യൂഷനാണ്. 1, 2 അല്ലാത്ത ബാക്കിയുള്ളതെല്ലാം ഉത്തരമായിരിക്കാം. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ കൂടെ നോക്കാം. രണ്ടാമത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് ആൻസറിലേക്ക് എത്താം. ക്വസ്റ്റ്യൻ നോക്കാം. വെൻ നമ്പർ എക്സ് ഈസ് ആഡഡ് ടു ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഓഫ് ഫ്രാക്ഷൻ 7/11. 7/11 എക്സും ഇതിൻ്റെ 7ലേക്ക് എക്സ് ആഡ് ചെയ്യുക, 11ലേക്ക് എക്സ് ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ വരാം 2/3 ആയിരിക്കും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു റേഷ്യോയിലേക്ക് ഫ്രാക്ഷനിലേക്ക് 7/11 എന്ന ഫ്രാക്ഷനിലേക്ക് അതിൻ്റെ ന്യൂമറേറ്ററിലേക്കും ഡിനോമിനേറ്ററിലേക്കും എക്സ് പ്രത്യേകം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, എക്സ് പറഞ്ഞൊരു വാല്യൂ ആണ്, ഒരു നമ്പർ, അത് എത്രയെന്ന് പറഞ്ഞിട്ടില്ല, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2/3 കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ് എന്നാണ് ഇവിടെ കണ്ടെത്താനുള്ളത്. അപ്പോൾ നമുക്ക് ചോദ്യത്തിൽ എന്താണ് ചോദ്യം, നമുക്ക് 7/11 ആണ്. 7/11ലേക്ക് എക്സ് ആഡ് ചെയ്യണം അല്ലേ. 7+, അപ്പോൾ ഇതേപോലെ തന്നെ 2ലേക്കും എക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് ആൻസർ കിട്ടുക എന്ന് പറഞ്ഞത്, 2/3. 2/3. അപ്പോൾ നമ്മൾ ചോദ്യം എങ്ങനെയാണ്, അപ്പോൾ ഈ എക്സിൻ്റെ വാല്യൂ എത്രയാണ് എന്നാണ് നമുക്ക്, എക്സ് രണ്ടും ഈക്വൽ ആണ് കേട്ടോ. ഈ എക്സ് എന്ന് പറഞ്ഞ ഒരു കൃത്യമായൊരു സിംഗിൾ വാല്യൂ ആണ്. ആ വാല്യൂ എത്രയാണെന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണത്. 10ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ചോദ്യം തന്നെയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്താ ചെയ്യുക, ഇത് നമ്മൾ ആദ്യം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് വേണ്ടത്. ക്രോസ് മൾട്ടിപ്ലൈ, ഇതിനെങ്ങോട്ട് ഗുണിക്കുക, ഇതിനെങ്ങോട്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്തു, 3 × 7 3 × എക്സ്. അപ്പോൾ ഇതിങ്ങനെ എഴുതാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 3 × 7 + എക്സ് ഈക്വൽ ടു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഗുണിച്ചു. ഓക്കെ, ഇവിടെ ഒരു ഈക്വൽ ടു ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഈ ഈക്വൽ ടു ആണ് ഇങ്ങോട്ട് ഇട്ടത്. 2 × 11 + എക്സ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഒന്നുകൂടെ ഗുണിച്ച് നോക്കാം. അപ്പോൾ 3 × 7 എത്രയാണ്, 3 × 7 ഒരു 7, 3 7 21 അല്ലേ. ഇവിടെ നമ്മളിങ്ങനെ ആൻസർ കിട്ടിയെന്ന് പറയാം. ഇതിനെ ഇതും കൊണ്ട് ഗുണിക്കുക, 3നെ 7 കൊണ്ട് ഗുണിക്കുക, 3നെ എക്സ് കൊണ്ട് ഗുണിക്കുക, 2നെ 11 ഗുണിക്കുക, 2 കൊണ്ട് എക്സ് കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എത്രയാണ് ആൻസർ നമുക്ക് നോക്കാം. 3നെ 7 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടി, 21 കിട്ടി. പിന്നെ പ്ലസ് അതേപോലെ തന്നെ എഴുതാം. 3നെ എക്സ് കൊണ്ട് ഗുണിച്ചാൽ 3x എന്ന് കിട്ടും. സമം 2നെ 11 കൊണ്ട് ഗുണിച്ചാൽ 22 കിട്ടി. പ്ലസ് 2നെ എക്സ് കൊണ്ട് ഗുണിച്ചാൽ 2x. 10ാം ക്ലാസ്സിൽ മുമ്പ് പഠിച്ചതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ 2 എക്സുകളെയും ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. എളുപ്പത്തിനാണ്, എക്സിൻ്റെ വാല്യൂ ആണല്ലോ നമുക്ക് കാണാനുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ എക്സിനെ നമ്മൾ ഇവിടെ ഓൾറെഡി ഒരു 3x ഉണ്ട് അല്ലേ. ഈ 3x ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി, ഈ 21നെ ഇങ്ങോട്ട് കൊണ്ടുപോയി, ഈ എക്സിനെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ +x ആണല്ലോ ഉള്ളത്. പ്ലസ്സിനെ മൈനസിൻ്റെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് വരും, -2x വരും. ഓക്കെ, -2x സമം ഇത് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഈ 22 ഓൾറെഡി ഇവിടെ ഉണ്ട്, ആ 22നെ ഇവിടെ തന്നെ എഴുതി. ഇവിടെ +21 ആണല്ലോ ഉള്ളത്, +21 ആണത്. ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്തായി, -21. അപ്പോൾ നമുക്കിതൊക്കെ എങ്ങനെ വന്നതെന്നൊന്നും കൂടെ നോക്കാം.
ഓക്കെ, ഇവിടെ നമ്മൾ എന്താണ് ചെയ്തത്? ആദ്യം നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യനിലേക്ക് 7/11 അതിൻ്റെ ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ 7 ഡിനോമിനേറ്റർ 11 7ൽ എക്സ് എന്ന് പറഞ്ഞൊരു സംഖ്യ ആഡ് ചെയ്തു. അത് എക്സ് നമ്മൾ പറഞ്ഞു. 7 എക്സ് ആഡ് ചെയ്തു, 11 എക്സ് ആഡ് ചെയ്ത സമയത്ത് 3/2 കിട്ടുമെന്ന് ചോദ്യത്തിൽ പറഞ്ഞു. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, എക്സ് എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ എക്സിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ചെയ്തു. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തപ്പോൾ ഇതെന്ത് ചെയ്തു? ഈ ഫ്രാക്ഷൻ ഒഴിവായി. 3നെ 7 കൊണ്ടും 3നെ എക്സ് കൊണ്ടും ഗുണിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് ഇങ്ങോട്ട് എടുത്ത് എഴുതി. 3 എക്സ് പ്ലസ് 7 പ്ലസ് എക്സ് 3 2 11 പ്ലസ് എക്സ്. എന്നിട്ട് നമ്മൾ ഇതിനെ 21 എങ്ങനെയാണ് കിട്ടിയത്? 21 കിട്ടിയത് 3 × 7 21. പിന്നെ 3x എങ്ങനെയാണ് കിട്ടിയത്? 3x കിട്ടിയത് 3 × x ആണ്. 3x. പിന്നെ ഇവിടെ നമുക്ക് 22 എങ്ങനെയാണ് കിട്ടിയത്? 2 × 11 ആണെന്ത്? 22 അല്ലേ? 1 × 1 11, 2 × 11 22. ഇവിടെ നമുക്ക് 2x എങ്ങനെയാണ് കിട്ടിയത്? 2 × x ആണെന്ന്, 2x. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്തു? പിന്നെ നമ്മൾ എളുപ്പത്തിന് സൗകര്യത്തിന് എന്ത് ചെയ്തു? എക്സിൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് 2xനെയും എന്ത് ചെയ്തു? ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ ഓൾറെഡി എക്സ് ഉണ്ട്. അപ്പോൾ ഈ എക്സ് പ്ലസ് എക്സ് ആണല്ലോ അല്ലേ? പ്ലസ് എക്സിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഓട്ടോമാറ്റിക് എന്തായി? -x ആയി മാറി. അപ്പോൾ ഇവിടെ -x 2x -2x ആയി. അപ്പോൾ 3x - 2x എന്നിവിടെ വന്നു. ഇവിടെ 22 ഓൾറെഡി ഇവിടെ ഉള്ളതാണ്, ഈ 22 അല്ലേ? ഈ ഓൾറെഡി ഇവിടെ ഉള്ള 22നെ നമ്മൾ അവിടെ തന്നെ നിർത്തി. പിന്നെ ഇപ്പുറത്തുള്ള 21നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഈ സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ 21 ഇവിടെയാണ്, അത് +21 ആണ്. +21നെ എങ്ങോട്ട് വരുമ്പോൾ എന്ത് ചെയ്തു? -21 ആക്കി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് ഈ ആൻസർ 3x - 2x = 22 - 21. ഇത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 3x നിന്ന് 2x കുറച്ചാൽ എത്രയാ? 1x അല്ലേ? 1x അല്ലെങ്കിൽ x. അപ്പോൾ x നമുക്ക് കിട്ടി. അപ്പോൾ 22 നിന്ന് 21 കുറച്ചാൽ എത്രയാണ്? 1 അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 1 യെസ്. ഇനി 1 കിട്ടി. 1 കിട്ടുമ്പോൾ നമ്മൾ ഓപ്ഷനിലേക്ക് പോവുക. ഇവിടെ 1 നാലാമത്തെ ഓപ്ഷനാണ് 1. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഓപ്ഷനിലേക്ക് പോവാം. ഓപ്ഷൻ 1 എന്ന് പറഞ്ഞാൽ 4 എന്ന് കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് ആൻസർ ഏത് തന്നെ ആയിരിക്കും? ഓപ്ഷൻ 3 ആയിരിക്കും. ഓക്കെ, ബാക്കിയുള്ള പ്രോബ്ലംസ് കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ഈ ഒറ്റ ഒന്ന് ചെയ്താൽ, എക്സാമിന് നിങ്ങൾ ഈ ഒറ്റ ഒന്ന് ചെയ്താൽ മതി, ബാക്കിയുള്ളത് ചെയ്യരുത്. അപ്പോൾ ഇത് എളുപ്പമുള്ളതുമാണ്. ചിലപ്പോൾ എന്ത് ചെയ്യും? ഈ ഒറ്റ ഒന്ന് കുറച്ച് ടഫുള്ളതായിരിക്കും. ചിലപ്പോൾ അങ്ങനെയാവും. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ചാണ്. ചിലത് എളുപ്പമായിരിക്കും, ചിലത് ടഫായിരിക്കും. സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 2 numbers are directly proportional to each other. 2 നമ്പർ ഉണ്ട്, 2 നമ്പറും ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. If the value of one of the number is doubled, then their product will become dash times. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ വരുന്നത് 2 വാല്യൂ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? 2 വാല്യൂവിനെയും ഒരു എ അല്ലെങ്കിൽ എയും ബിയും ആക്കിയിട്ടെടുക്കാം. ഇവിടെ ക്വസ്റ്റ്യനിൽ 2 numbers are directionally proportional to each other. ആ 2 നമ്പറിന് നമ്മൾ എ അല്ലെങ്കിൽ ബി എന്നാക്കി. ഓക്കെ, അപ്പോൾ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ 2, മറ്റേത് 4 ആയിരിക്കും. 4 ആണെങ്കിൽ 8 ആയിരിക്കും. അത് ഇതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ തന്നെയാണ് ഇത് വരുന്നത്. അതിനാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈക്വൽ ആയിരിക്കില്ല, പക്ഷെ അതിൻ്റെ ഒരു സമമായ വാല്യൂ തന്നെ ആയിരിക്കും അതിൽ പുറത്ത് വരിക. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ എ ബി എന്ന് പറഞ്ഞാൽ 2 വാല്യൂ ആണ്. അപ്പോൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത് കൊണ്ട് ബി എന്ന് പറഞ്ഞാൽ ശരിക്ക് എത്രയായിരിക്കും? ബി എന്ന് പറഞ്ഞാൽ ശരിക്ക് ഒരു കെ എ ആയിരിക്കും എന്ത്?
ബി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബിനോട് ഏതെങ്കിലും ഒരു സംഖ്യ ഇൻറ്റു ചെയ്യുകയാണെങ്കിൽ ആണെന്ത് ചെയ്യുക, എ കിട്ടും അല്ലേ. അപ്പോൾ ബി ഫോർ എക്സാമ്പിൾ 2, 4 എന്ന സംഖ്യകളാണെന്ന് കരുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്ന് എ ആണ്, ഒന്ന് ബി ആണ് അല്ലേ. എ എന്ന് പറഞ്ഞാൽ 2, ബി എന്ന് പറഞ്ഞാൽ 4 എന്നാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, 2 ഇൻറ്റു എ അല്ലേ. എ എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 2 ഇൻറ്റു എ ആണ്. 2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 4 അല്ലേ. അതേപോലെ തന്നെ ഒരു എക്സ്, ഇപ്പോൾ കെയുടെ പകരം നമുക്ക് എക്സ് എടുക്കാം. ബി എന്ന് പറഞ്ഞാൽ എക്സ് എ ആണെന്ത്, ബി എന്ന് പറഞ്ഞാൽ. അത് മനസ്സിലാക്കുക. മനസ്സിലായില്ലേ? ഡൗട്ടില്ലല്ലോ? മനസ്സിലായില്ല? ഓക്കെ, ഒന്നുകൂടി പറഞ്ഞു. ഇതിപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോൾ നമ്മൾ ബി ക്വസ്റ്റ്യൻ, if the value of one of the number is doubled then their product will become dash times എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ഫസ്റ്റ് 2 number are directly proportional to each other എന്ന് പറയുന്നുണ്ട്. ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യ 1 ആണെങ്കിൽ മറ്റ് സംഖ്യ 2 ആയിരിക്കും. അപ്പോൾ 1നെ 2 കൊണ്ട് ഗുണിച്ചാൽ 2 ആയി. അല്ലെങ്കിൽ ആ സംഖ്യ 5 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, ഈ 20 അല്ലെങ്കിൽ ചെറിയ സംഖ്യ എടുക്കാം, 2 ആണെങ്കിൽ ഇത് 4 ആയിരിക്കും. ഓക്കെ, അത് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആണ്. ഇനി 3 ആണെങ്കിൽ എന്താണ്, 9 ആയിരിക്കും. ഓക്കെ, ഇനി 4 ആണെങ്കിൽ 16 ആയിരിക്കും. അങ്ങനെ ഒരു വാല്യൂ ആണ് വരിക. ഓക്കെ, ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് ബി എന്ന് പറഞ്ഞാൽ എനോട് എക്സ് ഗുണിക്കുമ്പോഴാണെന്നിട്ടാ ബി കിട്ടുക. ഇപ്പോൾ നമുക്ക് 2:4 വാല്യൂ. 2 എ ആണല്ലോ. ഇപ്പോൾ നമ്മൾ ചോദ്യത്തിൽ പറയുന്ന സംഖ്യ സങ്കല്പിക്കുക, 2:4 ആണെന്ന് സങ്കല്പിക്കുക. 2:4. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ 2 ആണ്, ബി എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ എത്രയാണ് ശരിക്ക്, നമുക്ക് ഇങ്ങനെ എഴുതാലോ. അതായത് എ ഇൻറ്റു 2 എന്ന് എഴുതിക്കൂടെ, 4ന് പകരം. ബിക്ക് പകരം അങ്ങനെ എഴുതിക്കൂടെ, നമുക്ക് എ ഇൻറ്റു 2 എന്ന് എഴുതിക്കൂടെ. എ എന്ന് പറഞ്ഞാൽ എത്രയാണ്, എ എന്ന് പറഞ്ഞാൽ ശരിക്കും 2 അല്ലേ വാല്യൂ. 2 ഇൻറ്റു 2 4 അല്ലേ. മനസ്സിലായില്ലേ? 2 ഇൻറ്റു 2 4 ആണ്. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം, എ ഇൻറ്റു 2 എന്ന് എഴുതിക്കൂടെ. എ എന്ന് പറഞ്ഞാൽ 2 ആണല്ലോ അല്ലേ. ക്ലിയർ അല്ലേ? ഇനി വേറെ സംഖ്യ മനസ്സിലായില്ല, ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ 3 ഇൻറ്റു 9. ഓക്കെ, 3 ഇൻറ്റു 9 ആൻസർ എന്ന് എടുക്കാം, ക്വസ്റ്റ്യൻ ഓപ്ഷൻ എടുക്കുന്നത്. എ എന്ന് പറഞ്ഞാൽ 3 ആണ്, ബി എന്ന് പറഞ്ഞാൽ 9 ആണെന്ന് കരുതാം. അപ്പോൾ എനിക്ക് ഇവിടെ എഴുതാം, എ എന്ന് പറഞ്ഞാൽ ശരിക്കും എത്രയാണ്, 3 ആണല്ലേ. ബി എന്ന് പറഞ്ഞാൽ 9 ആണ്. അപ്പോൾ ബിക്ക് പകരം എനിക്ക് എന്ത് എഴുതാം, 3 ഇൻറ്റു എ എന്ന് എഴുതിക്കൂടെ. എ എത്രയാണ്, എ ഓൾറെഡി 3 ആണല്ലോ. എ 9 ഇൻറ്റു എ എന്ന് എഴുതാമല്ലോ അല്ലേ. 9ന് ആ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കുമ്പോഴല്ലേ നമുക്ക് ഈ ബി കിട്ടുക. ക്ലിയർ ആയില്ല? എന്താണ്? ഓക്കെ ഓക്കെ, ഒരു സംഖ്യ ഇപ്പോൾ ഡയറക്റ്റ് ഒന്നുകൂടെ പറഞ്ഞുതരാം. എ ബി ഡയറക്ഷൻ. ഇപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. 2 number are directly proportional എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നിൻ്റെ ഇരട്ടി ആയിരിക്കും മറ്റൊന്ന് വരാം. ഇപ്പോൾ ഏത് സംഖ്യ വരാം, ഇപ്പോൾ എയുടെ ഇൻറ്റു എ ആയിരിക്കും ബി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതാണ് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ. ഇനി അത് ഏത് സംഖ്യ ആയിരിക്കും, ഏതെങ്കിലും ഒരു സംഖ്യയാണ്. ഇപ്പോൾ 3ൻ്റെ 3 കൊണ്ട് കുടിച്ചാൽ എത്രയാണ്, 9 കിട്ടി. അപ്പോൾ ഡയറക്റ്റ്ലി പ്രപ്പോർഷണലായി. ഇനി 2:4 ആണ്. അപ്പോൾ 2നെ 2 കൊണ്ട് ഗുണിച്ചാൽ 4 കിട്ടി. അപ്പോൾ ഡയറക്റ്റ്ലി പ്രപ്പോർഷണലാണ്.
ഇനി 5:5 ആണ്. 5:25 അല്ലേ? 25 5 ഇൻറ്റു 5 ഗുണിച്ചാലാണ് എന്ത് ചെയ്യുക 25 കിട്ടുക. അപ്പോൾ അതിനെ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഏത് സംഖ്യയും മറ്റൊരു സംഖ്യയുമായി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയെ ആ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ മറ്റൊരു സംഖ്യ കിട്ടും എന്നതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എ എന്ന് പറഞ്ഞാൽ എ 2 വാല്യൂ നമ്മൾ എടുത്തു. ഏതൊക്കെയാണ്? ഒന്ന് എയും മറ്റൊന്ന് ബിയുമാണ്. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? എ ഇൻറ്റു എ ആണ്. ഓക്കെ, അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ ആണ്. ഓക്കെ, അപ്പോൾ എ എത്രയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ എ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് ആക്കിയിട്ട് എടുക്കാം. ഓക്കെ, എയുടെ വാല്യൂ 5 ആണ്. അപ്പോൾ 5 ആണെന്ന് നമുക്ക് അറിയാത്തതുകൊണ്ട് 5നെ നമ്മൾ എക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു എ. ഓക്കെ, അപ്പോൾ അങ്ങനെ മനസ്സിലാക്കാം. എക്സ് ഇൻറ്റു എ. ബി എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു എ ആണ്. ഓക്കെ, അപ്പോൾ അവിടെ പ്രൊഡക്റ്റ് 1 ആദ്യം നമ്മൾ ചെയ്ത വാല്യൂ എത്രയാണ്? ക്വസ്റ്റ്യനിലേക്ക് 2 numbers are directly proportional to each other. If the value of one number is doubled, then their product will be dash times. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യത്തെ പ്രൊഡക്റ്റ് 1 പ്രൊഡക്റ്റ് ഡബിൾ ചെയ്യുന്നതിന് മുമ്പുള്ള പ്രൊഡക്റ്റ് നമുക്ക് നോക്കാം. എ ഇൻറ്റു ബി, ഇത് നമ്മൾ ആദ്യത്തെ വാല്യൂ ആണ്. ഓക്കെ, എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എയുടെ വാല്യൂ എത്രയാണ്? എ തന്നെയാണ്. ബിയുടെ വാല്യൂ എത്രയാണ്? ബി ആണ്. ബി എന്ന് പറഞ്ഞാൽ എന്താ ശരിക്ക്? എക്സ് ഇൻറ്റു എ ആണ്. എക്സ് ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താണ്? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അതിന് എക്സ് ഇൻറ്റു എ എന്ന വാല്യൂ ഇട്ടു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ എങ്ങനെ കിട്ടിയത്? എ സ്ക്വയർ. എക്സ് എ സ്ക്വയർ. ഓക്കെ, എക്സ് എ സ്ക്വയർ എങ്ങനെ കിട്ടിയത്? എക്സ് എ ഇൻറ്റു എക്സ് എ ഇൻറ്റു എ. അപ്പോൾ എ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആയി. എ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 2a എ സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ടോട്ടൽ കിട്ടുമ്പോൾ എ സ്ക്വയർ എന്ന് കിട്ടി. എക്സ് എ സ്ക്വയർ എന്ന് കിട്ടി. ഇനി നമുക്കത് ഡബിൾ ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യകൾ നമുക്ക് നോക്കാം. ഓക്കെ, ഡബിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ 2 ആഡ് ചെയ്യുക എന്നതാണല്ലോ അർത്ഥം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ്? ഇഫ് വൺ ഓഫ് ദ നമ്പർ ഈസ് ഡബിൾഡ്. അപ്പോൾ എ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്തു? എൻ്റെ ഇരട്ടിയാക്കി 2 ആക്കി. അപ്പോൾ എൻ്റെ ഇരട്ടി 2 ആക്കുമ്പോൾ എത്ര കിട്ടും? 2a എന്ന് കിട്ടും. 29 അല്ല, 2a. അപ്പോൾ 2a വെച്ചിട്ട് പ്രൊഡക്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 2a ഇൻറ്റു 2b. ഓക്കെ, ഇതിനെ നമ്മൾ 2 കൊണ്ട് ഗുണിച്ചു അല്ലേ? 2b സമം എത്രയാണ്? 4b അല്ലേ? 4ab അല്ലേ? 4ab. 4ab എന്ന് പറഞ്ഞാൽ ശരിക്കും എത്രയാണ്? എത്ര ടൈംസ് ആണ്? ഇവിടെ 2 ഇൻറ്റു 2 4 അല്ലേ? അപ്പോൾ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അപേക്ഷ ഇവിടെ നമ്മൾ ഓൾറെഡി എത്ര കിട്ടിയത്? ബി എന്ന് പറഞ്ഞാൽ 2b ആണല്ലോ. ഓക്കെ, അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ഓൾറെഡി എന്താണ്? 2b ആണ്. ഓക്കെ, അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബി എന്ന് പറഞ്ഞാൽ 4ab ആണ്. കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇത് പ്രോബ്ലം ആണ്. ഇത് നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ച സാധനമാണ്. കുറേ മുമ്പ് ടച്ച് വിട്ടതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടായേക്കാം. അപ്പോൾ പ്രൊഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 2a ഇൻറ്റു 2b. അപ്പോൾ 2a എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മൾ ഓൾറെഡി ഇവിടെ എന്താണ് ഡബിൾ ചെയ്തണല്ലോ. ഇവിടെ ക്വസ്റ്റ്യനിലേക്ക് ശ്രദ്ധിക്കണം. അതായത് ക്വസ്റ്റ്യൻ ഈഫ് ദ വാല്യൂ ഓഫ് വൺ ഓഫ് ദ നമ്പർ ഈസ് ഡബിൾഡ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വൺ ഓഫ് ദ നമ്പർ ഡബിൾ ആയി കഴിഞ്ഞാൽ എന്താ ശരിക്കും സംഭവിക്കുക? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? 2a കൊണ്ട് എനെ ഡബിൾ എന്താണ് 2 കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് ബി ആൾസോ എന്ത് ചെയ്യും? ഡബിൾ ആവും അല്ലേ?
എ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ബി ആയതുകൊണ്ട് അപ്പോൾ ഇതിനെ എന്ത് ചെയ്യണം 2 കൊണ്ട് ഗുണിക്കണം. 2 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 2A 2B കിട്ടും. 2A × 2B എന്ന് പറഞ്ഞാൽ 4AB എന്നാണ് കിട്ടുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് 4 ആണ് ആൻസർ കിട്ടുക. ഓക്കെ, 4 ആൻസർ കിട്ടുമ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോവാം. 1 ആണെന്ത് ആൻസർ. അപ്പോൾ അത് ഓപ്ഷൻ സി തന്നെ ആയിരിക്കും. 1 ആണ് ആൻസർ. ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിലൂടെ ചെയ്ത് നോക്കാം. അത് കുറച്ച് പ്രൊഡക്റ്റൊക്കെ പാടുള്ളതുകൊണ്ട് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. സാരമില്ല, വിഷയമാക്കണ്ട. അതങ്ങനെയെല്ലാം നമ്മൾ പഠിക്കാതെ തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യനോട് നോക്കാം. x/y = 3:2. ദെൻ ഈ ഇക്വേഷൻ എത്രയാണ് നോക്കാം. ഓക്കെ, ഇക്വേഷനിലേക്ക് ഈ നമ്പറാണ് മാറ്റി എഴുതിയാൽ മതി. എക്സിൻ്റെ വാല്യൂ 3 ആണ്, വൈൻ്റെ വാല്യൂ 2 ആണ്. അപ്പോൾ ഇത് ഇക്വേഷനിലേക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതുക. അത് നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് ചെയ്യൂ, ഞാൻ പറഞ്ഞുതരാം. x/y, എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 3 ആണ്. വൈൻ്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. അപ്പോൾ xy എന്ന് പറയുമ്പോൾ എത്ര വരും? 3 × 2. y² എന്ന് പറഞ്ഞാൽ എത്ര വരും? y 2 അല്ല, അപ്പോൾ 2² x² എന്ന് പറഞ്ഞാൽ എത്ര വരും? 3² മൈനസ് y² എന്ന് പറഞ്ഞാൽ എത്രയും? 2². അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? നമുക്ക് 3:2. അവിടെ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 3 ആണ്. വൈൻ്റെ വാല്യൂ 2 ആണ്. അപ്പോൾ xy + y² / x² - y². ഇതാണ് കണ്ടെത്താൻ പറഞ്ഞത്. അപ്പോൾ ഈ എക്സ് എന്ന് പറഞ്ഞാൽ 3 അല്ലേ? 3 × 2 അല്ലേ? 3 × 2 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വന്നത്? ഇവിടെ 3x ആണ്, 2y ആണ്, പ്ലസ് y² എന്ന് പറഞ്ഞാൽ 2 ആണ്, y എന്ന് പറഞ്ഞാൽ 2 അല്ലേ? അപ്പോൾ 2² x² അല്ലേ? x² അല്ലേ കൊടുത്ത്? x² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3² മൈനസ് y² എത്രയാണ്? 2². ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്ത ആൻസറിലേക്ക് എത്താൻ പറ്റും. 3 × 2 3 2 6 പ്ലസ് 2 × 2² എത്രയാണ്? 2 2 4. പിന്നെ 3 എത്രയാണ്? 9 മൈനസ് 2² 4. അപ്പോൾ ടോട്ടൽ നമുക്ക് എത്രയാണ്? 6 + 4 10. 9 4 കുറച്ചാൽ 5. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആൻസറിലേക്ക് എത്താം. ഇതിൻ്റെ പകുതിയാണ് വരിക, 2. ഇത് കിട്ടിയത് മനസ്സിലായോ? ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ 2 വാല്യൂസ് ആണുള്ളത്. എക്സ് വാല്യൂ ഇവിടെ എത്ര ക്വസ്റ്റ്യനിൽ ചോദിക്കും. ഇത് എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണ്. x/y = 3:2. ദെൻ xy + y² / x² - y² = എന്ന് പറയുമ്പോൾ ഇതിനെ ഈ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. ഇത് കൺവേർട്ട് ചെയ്യാൻ ഈസി ആയിരിക്കും, ചെറിയ സംഖ്യയാണല്ലോ. അപ്പോൾ x² എക്സിൻ്റെ പകരം നമ്മൾ 3 എഴുതി, വൈൻ്റെ പകരം നമ്മൾ 2 എഴുതി. അത്ര തന്നെ, ഓരോന്നും അങ്ങനെ തന്നെ. അവിടെ y² പകരം 2² എഴുതി, x² പകരം 3² എഴുതി, y² പകരം 2² എഴുതി. എന്നിട്ട് നമ്മൾ ടോട്ടൽ ചെയ്തു. ടോട്ടൽ ചെയ്തപ്പോൾ നമുക്ക് 2 ആണ് കിട്ടിയത്. അത് മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ എത്രയാണ് കിട്ടിയത്? 2 ആണ്. അപ്പോൾ 2 ഇതിൻ്റെ ആൻസർ. ഇപ്പോൾ ഇതിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ഓപ്ഷനിലേക്ക് നോക്കണം. ഒരിക്കലും എന്ത് ചെയ്യരുത്, ഉത്തരം കണ്ട പാടെ ഉത്തരം എഴുതാൻ നോക്കരുത്. അപ്പോൾ ഇതിലിങ്ങനെ നോക്കുന്ന സമയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഈ ഒരു പ്രാവശ്യം ആവർത്തിക്കുന്ന ഓപ്ഷൻ ഏതാണെന്ന് നോക്കിയാൽ മതി. ഇതിൽ ബാക്കിയുള്ള എല്ലാ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ, ഡി എടുക്കുകയാണെങ്കിൽ ഡിയിൽ 1 2 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. ഇനി സി എടുക്കുകയാണെങ്കിൽ 4 2 പ്രാവശ്യം ആവർത്തി. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റില്ല. ഇനി എ എടുക്കുകയാണെങ്കിൽ തന്നെ എ 3 എന്നത് എയിൽ 3 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ബി മാത്രം ചെയ്താൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി ഡിസ്കസ് ചെയ്യാം. ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല എന്ന് വിചാരിക്കുന്നു. ആ പ്രോബ്ലം എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നിരുന്നു. ഏതൊക്കെയാണ്? 1936 1521 961. അത് ജസ്റ്റ് ഒന്ന് പ്രോബ്ലം ചെയ്ത് നോക്കുക. അത് വളരെ ഈസിയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.